നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വികാരം എന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. വികാരം എന്നത് മലയാളത്തിൽ ഒരു മനോഭാവം അഥവാ അഭിപ്രായം, സ്നേഹം, ദുഃഖം, കോപം തുടങ്ങിയ മനസ്സിൻ്റെ പ്രകടനത്തിൻ്റെ ഒരു ആകൃതിയാണ് എന്ന് പറയാം. മറ്റൊരർത്ഥത്തിൽ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ആന്തരിക ഭാവനകൾ, അനുഭൂതികൾ അല്ലെങ്കിൽ മനോഭാവങ്ങളാണ് വികാരം. സന്തോഷം, ദുഃഖം, സ്നേഹം, കോപം, ഭയം, കരുണ ഇവയെല്ലാം വികാരങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. മനുഷ്യൻ്റെ വികാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളും വലിയ തോതിൽ സ്വാധീനിക്കും. അതുകൊണ്ട് വികാരം മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആത്മാനുഭൂതി അല്ലെങ്കിൽ മനോഭാവം ആണെന്ന് നമുക്ക് പറയാം. വികാര നിയന്ത്രണത്തിനുള്ള പരിശീലന മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആത്മബോധം വളർത്തുക. ഇതിലൂടെ നിങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയും. കോപം, വിഷമം, ഭയം തുടങ്ങി വികാരങ്ങൾ ഉരുത്തിരിയുമ്പോൾ ആഴത്തിൽ നിങ്ങൾ നിശ്വാസം എടുക്കുക. 4 സെക്കൻഡ് താഴ്ത്തിയും പുകഴ്ത്തിയുമായിട്ടുള്ള രീതിയിൽ ശ്വാസമെടുക്കുക. ശ്വാസനിയന്ത്രണം മനസ്സിനെ ശക്തമാക്കും. വികാരത്തെ നിയന്ത്രിക്കാൻ അത് സഹായിക്കും. ദിവസേന 10-20 മിനിറ്റെങ്കിലും മൗനം പാലിച്ച് ധ്യാനം ചെയ്യുക. വിഷാദം, ആശങ്ക കുറയ്ക്കാനും മനസ്സിനെ സ്വാന്തനം നൽകാനും ധ്യാനം നിങ്ങളെ സഹായിക്കും. മനസ്സിനെ ഇപ്പോൾ എവിടെ എന്ന നിലയിൽ കൊണ്ടുവരുവാനും നിങ്ങൾക്കത് സാധിക്കും. വ്യായാമം ചെയ്യുന്നത് അത്യുത്തമമാണ്. വികാരങ്ങൾക്ക് ശരിയായ ഒരു ഔട്ട്ലെറ്റായി വ്യായാമം പ്രവർത്തിക്കുന്നു. ഇത് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കും. സന്തോഷ ഹോർമോണുകൾ അഥവാ എൻഡോർഫിൻസ് അത് ഉൽപ്പാദിപ്പിക്കും. ചിന്താ നിയന്ത്രണം പരിശീലിക്കുക. വിഷമകരമായ അല്ലെങ്കിൽ കോപകരമായ ചിന്തകൾ വന്നാൽ അവയെ തിരിച്ചറിയുക. അവയെ നിഷേധിക്കുന്നതിന് പകരം പോസിറ്റീവ് അല്ലെങ്കിൽ വസ്തുതകൾ ആസ്പദമാക്കിയുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ മാറുക. പ്രതികരണത്തിന് മുമ്പ് സമയമെടുക്കുക. രോഷം വന്നു തുടങ്ങിയാൽ ഉടൻ പ്രതികരിക്കാതെ 10-15 മിനിറ്റ് നിങ്ങൾ മൗനത്തിലായിരിക്കുക. ആ സമയത്ത് ആഴത്തിൽ ശ്വാസം പിടിക്കുക. ഇത് വിഷമം കുറയ്ക്കാനും യുക്തിയോട് പ്രതികരിക്കാനും നിങ്ങളെ സഹായിക്കും. സംവേദനശേഷി വളർത്തുക. മറ്റുള്ളവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ അത് സഹായിക്കുന്നു. അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കോപം, വെറുപ്പ് തുടങ്ങിയ വികാരങ്ങൾ നിങ്ങളിൽ കുറയും. സമയക്രമം പാലിക്കുക. ഉത്തമ ഉറക്കം, ഭക്ഷണം, വിശ്രമം എന്നിവ ശരിയായി ഉറപ്പാക്കുക. ശരിയായ ശാരീരിക നിലയോടെ മനസ്സും ശാന്തിയും നിങ്ങൾക്ക് ലഭിക്കും. ആശയവിനിമയം നടത്തുന്നത് അത്യുത്തമമാണ്. നിങ്ങളുടെ വികാരങ്ങളെ മറ്റുള്ളവരോട് തുറന്നു പറയുക. ഇത് വിഷമം കുറയ്ക്കാനും മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാനും നിങ്ങൾക്ക് സഹായകമായി വരും. ജീവിതത്തിൽ വികാരങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കണമെന്നത് സാധ്യമല്ല. കാരണം വികാരങ്ങൾ നമ്മളിൽ സ്വാഭാവികമായി ഉരുത്തിരിയുന്ന മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. എന്നാൽ വികാരങ്ങളെ നിയന്ത്രിച്ച് ജീവിതത്തെ നല്ല രീതിയിൽ നയിക്കാൻ നമുക്ക് സാധിക്കും. വികാരങ്ങൾ അനിയന്ത്രിതമായാൽ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തു പോകും. അതുകൊണ്ട് വികാരങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ മാനേജ് ചെയ്താൽ ജീവിതം നല്ലതാക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകൾക്കും ആവശ്യവും ആണ്. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.